അമ്മ അതെ എന്തോന്നാണ് അവൻ പോകാൻ തീരുമാനിച്ച് അവൻ പോവും. എന്താ സത്യം പറ, നീ എവിടെ കറങ്ങാൻ പോണ്? എന്ന് വരുമെന്ന് പറ. ഇല്ല സത്യമായിട്ട് പോകാൻ തന്നെ പോകണം. എവിടെ? വീട് മാറി പോണം, ഞാൻ പറഞ്ഞില്ലേ. പ്ലീസ് നിങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് പൊക്കോ. അതല്ല ചേച്ചി, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ വീട് പണി തീരാൻ. അപ്പൊ അത് കുഞ്ഞമ്മയുടെ വീട്ടിലൊന്ന് തീർക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. മക്കളെ എവിടെ പോണു? എടാ ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. പിന്നെ പൈസയുടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പൈസയൊക്കെ അറേഞ്ച് ആയി. പിന്നെ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ എവിടെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്താണല്ലോ നമ്മൾ വീട് വെക്കുന്നത്. അവിടെ പോയി നിന്നാലേ ആ പണിയും പെട്ടെന്ന് അങ്ങ് തീരും. അതിന് വേണ്ടിട്ടാ. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ കാരണം അയ്യോ എന്റെ പൊന്നളിയ അളിയൻ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നീ വിഷമിക്കാതെ. അമ്മ എവിടെ പോണവര്? മക്കളെ മാമൻ പുതിയ വീട് വെക്കുന്നില്ലേ, അത് അടുത്ത ആഴ്ചയാണ്. പാലിയാച്ചിനെ വിളിക്കും കേട്ടാ. അടുത്ത ആഴ്ച അവരുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകുന്നു. ചുമ്മാ തന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. കളിപ്പിക്കല്ലേ എന്നെ. അപ്പൊ ആ വീട്ടിൽ ആര് താമസിക്കും? ചുമ്മാ പറഞ്ഞല്ലേ മക്കളെ. പിന്നെ അളിയ പാലിയാച്ചിനെ വിളിക്കും, വരണം. ഒരാഴ്ച കുടുംബത്തെ കേട്ട താങ്കൾ അമ്മയുടെ ഉണ്ടാവുമല്ലോ. ഒരാഴ്ച അവിടെ വന്നിരിക്കണം. നമ്മൾ പുതിയ വീട്ടിൽ അവിടെ നിന്ന് അടിച്ച് പൊളിച്ച്. എന്തിനാ നീ മനസ്സ് വിഷമിക്കുന്നത്? അടി കൂടാൻ ആളില്ലെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ അമ്മ, ഞാനേ ഈ വീട് വിട്ടേ പോണുള്ളൂ, ഈ പഞ്ചായത്ത് വിട്ടൊന്നും പോണില്ല. അളിയൻ വിഷമിക്കാതെ, നമുക്കിനിയും തള്ളികൂടാം. റോഡിൽ വെച്ചും പാടത്ത് വെച്ചും സമരപ്പന്തലിൽ വെച്ചും എല്ലായിടത്തും വെച്ചും നമുക്ക് തല്ലുകൂടാം. പിന്നെ അമ്മ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഉടനെ എന്നെ കനകനെ ഇങ്ങോട്ട് ട്രാൻസ്ഫറാണ്. എന്നിട്ട് വേണം പഴയതുപോലെ ഞാനും ക്ലീറ്റസ് അളിയനും കനകളിയനും കൂടെ ഒന്നടിച്ച് പൊളിക്കാൻ. എന്തല്ലേ എന്താളിയാ നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞു. അതൊന്നും കുഴപ്പമില്ല മക്കളെ. അയ്യോ മക്കളെ കാര്യമാണ്. പോട്ടെ, പോയിട്ട് വരാം കേട്ടോ. പാലിച്ച് നോക്കാം കേട്ടോ. ഇറങ്ങട്ടെ ഒരു ഉമ്മതാ ചേച്ചി. ശരി സാധനങ്ങളെടുക്കാൻ 2 ദിവസത്തിനകത്ത് വീട് കൂട്ടിക്കൊള്ളുമല്ലോ. അമ്മ പറഞ്ഞ കേട്ടാ, പല സമയത്തിന്റെ അവിടെ പിക്കളായിരുന്നു. ഇവിടെ നീ എന്തിനാ വിഷമിക്കുന്നത്? ഇനി തല്ലുകൂടാൻ ആളില്ലെന്ന് എഴുതിയിട്ടാണ്. സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ ഇതാണ്. ഈ നാക്കിന് എല്ലില്ലെന്ന് കരുതിയേ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയരുത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. പോട്ട് സാരമില്ല ഇനിയിപ്പോ.